ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞങ്ങൾ എങ്ങോട്ടായി ഈ സൈക്കിളിൽ കയറി പോകുന്നതെന്ന് തോന്നുമല്ലേ? ഇന്ന് നമ്മുടെ പുതിയൊരു ട്രിപ്പിൻ്റെ പ്ലാനിങ് ആണ്. നമ്മൾ ഇപ്സ്വിച്ച്, ലണ്ടൻ, അങ്ങനെ ഒരു ഇൻ്റർ കണക്റ്റഡ് ട്രിപ്പിംഗ് ആണ്. അപ്പോൾ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് നമുക്ക് ടിക്കറ്റ് കളക്ട് ചെയ്യണം. നമ്മൾ ഓൺലൈനിൽ ബുക്ക് ചെയ്തു എങ്കിലും നമ്മൾ ഡയറക്റ്റ് പോയിട്ട് റെയിൽവേ സ്റ്റേഷനിൽ നമ്മൾ ടിക്കറ്റ് കളക്ട് ചെയ്താലേ നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. കാരണം നമ്മൾ അണ്ടർഗ്രൗണ്ടൊക്കെ പോയി കഴിയുമ്പോഴേക്കും നമുക്കവിടെ ടിക്കറ്റ് ഇൻസേർട്ട് ചെയ്യണം. അല്ലെന്നുണ്ടെങ്കിൽ ടാപ്പ് ഓൺ ടാപ്പ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ട്രാവൽ ചെയ്യാം. അപ്പം നമ്മൾ ടെമ്പിൾ മേറ്റ് സ്റ്റേഷനിലെത്തിയേക്കുവാണ്, റെയിൽവേ സ്റ്റേഷൻ. അപ്പം ഈ കാണുന്നതാണ് നമ്മുടെ സ്റ്റേഷൻ. അപ്പം ലെഫ്റ്റ് സൈഡിലോട്ട് നോക്കുവാണെങ്കിൽ നമ്മുടെ ഫുൾ സ്റ്റേഷൻ നമുക്ക് കാണാൻ പറ്റും. അടിപൊളിയാണ്. ഞാൻ ഫോട്ടോസൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് ഇതിനകത്ത്. അങ്ങനെ നമ്മൾ റെയിൽവേ സ്റ്റേഷൻ്റെ അകത്തോട്ട് പോയി നമ്മുടെ സൈക്കിൾ നമുക്ക് പാർക്ക് ചെയ്യണം. പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഏരിയ ഉണ്ട്. അവിടെ ഒരുപാട് സൈക്കിൾസ് പാർക്ക് ചെയ്തിട്ടുണ്ട്, ഇഷ്ടംപോലെ ഉണ്ട്, പല വെറൈറ്റീസ്. അങ്ങനെ നമ്മുടെ കുഞ്ഞിക്കുട്ടനെ നമ്മൾ അവിടേക്ക് പാർക്ക് ചെയ്തു. അവനെ നമ്മൾ പാർക്ക് ചെയ്തിട്ട് നമ്മൾ അകത്തോട്ട് പോവാണ്. അപ്പം നമുക്ക് പാർക്ക് ചെയ്യാം. നമ്മൾ ലോക്കൊക്കെ ചെയ്തിടണം, അല്ലെങ്കിൽ അതിനൊക്കെ കൊണ്ടുപോകും. ഇതാണ് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ. നമുക്ക് എന്നാൽ അകത്തോട്ട് പോയി എങ്ങനെയാണ് ടിക്കറ്റൊക്കെ എടുക്കുന്നതെന്ന് നോക്കാം. അപ്പം ഇതാണ് നമ്മുടെ ടിക്കറ്റ് കൗണ്ടർ. നമ്മൾ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് ടിക്കറ്റ് കൗണ്ടർ. അവിടെ ഓൾ ടിക്കറ്റ്സ് എന്ന് എഴുതിയിട്ടുണ്ട്. അവിടെ ചെന്നിട്ട് നമ്മുടെ റെഫറൻസ് നമ്പറുണ്ട്. നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു റെഫറൻസ് നമ്പർ കിട്ടും. അപ്പോൾ അത് വെച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലത്തെ ഒരു ടിക്കറ്റ് കിട്ടും. ഇത് വെച്ചിട്ടാണ് നമ്മൾ ട്രാവൽ ചെയ്യേണ്ടത്. അല്ലാന്നുണ്ടെങ്കിൽ സാധാരണ ഞങ്ങൾ ഇതിന് മുന്നേ ബുക്ക് ചെയ്തപ്പോഴൊക്കെ നമുക്ക് ഓൺലൈനിലായിട്ട് ടിക്കറ്റ് അവർ സെൻഡ് ചെയ്ത് തരും. നമുക്കത് യൂസ് ചെയ്ത് ട്രാവൽ ചെയ്യാമായിരുന്നു. പക്ഷേ ഇത് ലോങ് ഡിസ്റ്റൻസ് ട്രാവലിംഗ് ആയതുകൊണ്ടാണോ എന്താണെന്നറിയില്ല, ഒരു 4 hours ഡിസ്റ്റൻസ് ഉണ്ട് നമുക്ക് ഇവിടുന്ന് പോകാനായിട്ട്. അതുകൊണ്ടാണോ എന്നറിയില്ല, നമുക്ക് ടിക്കറ്റ് ഡയറക്റ്റ് പോയി കളക്ട് ചെയ്യേണ്ടി വന്നു. എനിവേ, അങ്ങനെ നമ്മുടെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. 4:15 നമ്മുടെ ബസ്. നമ്മളിപ്പോൾ ബ്രിസ്റ്റോളിൽ നിന്ന് ലണ്ടൻ വരെയാണ് നാഷണൽ എക്സ്പ്രസ് ബുക്ക് ചെയ്തിരിക്കുന്നത്. പിന്നെ ലണ്ടനിൽ നിന്ന് നമുക്ക് ഇപ്സ്വിച്ചിൽ ട്രെയിനിലാണ് പോകുന്നത്. അപ്പം നമ്മൾ രാവിലെ ഊബറൊക്കെ ബുക്ക് ചെയ്ത് നമ്മൾ പ്രീ ബുക്ക് ചെയ്തു ഊബർ. കാരണം നമുക്ക് ടൈമിൽ ബുക്ക് ചെയ്താൽ ചിലപ്പോൾ കിട്ടണമെന്നില്ല. അതുകൊണ്ട് നേരത്തെ തന്നെ, അതായത് നമുക്ക് നേരത്തെ തന്നെ അതിന് മുന്നേ തന്നെ നമുക്ക് ബുക്ക് ചെയ്ത് വെക്കാം. അങ്ങനെ ഞങ്ങൾ ബുക്ക് ചെയ്ത് വണ്ടി വന്ന് അതിൽ കയറി നമ്മുടെ സ്റ്റേഷനിലെത്തി. ഇതാണ് നമ്മുടെ ബസ് സ്റ്റേഷൻ, നാഷണൽ എക്സ്പ്രസിൻ്റെ ബസ് സ്റ്റേഷനാണ് നമ്മൾ ഈ കാണുന്നത്. നമ്മളങ്ങനെ ബസ്സിൽ കയറി ഇരുന്ന് നമ്മുടെ സീറ്റൊക്കെ കിട്ടി. നമ്മൾ സീറ്റൊന്നും അങ്ങനെ റിസർവ് ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള സീറ്റിലിരിക്കായിരുന്നു. അങ്ങനെ നമ്മൾ സീറ്റിലൊക്കെ ഇരുന്നു. നമ്മുടെ പെട്ടിയൊക്കെ അവർ വണ്ടിയുടെ ഉള്ളിലെടുത്ത് വെച്ചു. വെൽക്കം ഓൺ ബോർഡ് എന്നൊക്കെ അവിടെ കൊടുത്തിട്ടൊക്കെ ഉണ്ട്. നിങ്ങളിങ്ങനെ ഉറക്കമൊന്നും ഇല്ലാണ്ട് ഉറക്കം തൂങ്ങി ഇങ്ങനെ ഇരിക്കുക. അങ്ങനെ നമ്മുടെ ട്രിപ്പ് സ്റ്റാർട്ട് ആവാറായി. നമ്മൾ വണ്ടിയിൽ കയറിയിരുന്നതിന് ശേഷം ഡ്രൈവറിൻ്റെ സൈഡിൽ നിന്ന് കുറേ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. സീറ്റ് ബെൽറ്റ് ഇടണം, പിന്നെ അവിടെ എത്തുന്ന ടൈം, ഇവിടുന്ന് ഇറങ്ങുന്ന ടൈം, അങ്ങനെ കുറേ ടൈം ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം നമ്മുടെ വണ്ടി സ്റ്റാർട്ടായി. കറക്റ്റ് ടൈമിന് തന്നെ അവരെടുക്കുകയും ചെയ്തു. പിന്നെ നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്തത് നാഷണൽ എക്സ്പ്രസിൻ്റെ ഒഫീഷ്യൽ സൈറ്റ് വഴിയാണ്. നമ്മൾ മോർണിംഗ് ടൈമിൽ എടുത്തത് കൊണ്ട് നമുക്ക് 11 പൗണ്ടിനാണ് കിട്ടിയത് 2 പേർക്കുള്ള ടിക്കറ്റ്, ലണ്ടൻ വരെ ഉള്ളത്. അത് മേ ബി ടൈമിൻ്റെ ആവാൻ നമുക്ക് അത്രയും ചീപ്പായിട്ട് കിട്ടിയത്. ടൈം മുന്നോട്ട് പോകുന്നത്, അതായത് കുറച്ചുകൂടി ഒരു 9 മണിക്ക് ശേഷമൊക്കെ അത്യാവശ്യം നല്ല ഒരു ഒരു 20 above, 28, 25 above ആണ് ടിക്കറ്റിൻ്റെ പ്രൈസ് കാണിക്കുന്നത്. അപ്പം നമുക്ക് നോക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ഇതുവരെ നേരത്തെ പോകാൻ പറ്റുമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പ്രീ ബുക്ക് ഒരുപാട് ദിവസങ്ങൾക്ക് മുന്നേ നമ്മൾ പ്രീ ബുക്ക് ചെയ്യാന്നുണ്ടെങ്കിലും നമുക്ക് പ്രൈസ് അത്യാവശ്യം കുറഞ്ഞു കിട്ടും. അങ്ങനെ വണ്ടിയെ കയറിയതിന് ശേഷം കുറച്ച് നേരം കിടന്നുറങ്ങി. കാരണം അത്രയും രാവിലെ എണീറ്റ് വന്നതല്ലേ, അപ്പോൾ കുറച്ച് ക്ഷീണമൊക്കെ ഉണ്ടാവില്ല. നമുക്ക് സ്ഥലത്തൊക്കെ പോയി കഴിഞ്ഞാൽ ഒന്നും കാണാനൊന്നും ഒരു മൂഡുണ്ടാവില്ലല്ലോ. അങ്ങനെ കുറച്ച് നേരം കിടന്നുറങ്ങി. അന്നേരപ്പോഴേക്കും രാവിലെ ആയി. നമ്മുടെ സ്ഥലം ഏകദേശം എത്താറായി. ഒരു 1 hour കൂടെ ഉള്ളൂ നമുക്ക് എത്താൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ ലണ്ടൻ എത്തി. നമ്മുടെ ലഗേജൊക്കെ നമുക്ക് കിട്ടി. നമ്മൾ ലഗേജൊക്കെ എടുത്ത് പുറത്തേക്ക് ഇറങ്ങി. നമ്മൾ ലണ്ടൻ വിക്ടോറിയ നാഷണൽ എക്സ്പ്രസ് കോച്ച് സ്റ്റേഷനിലാണ് എത്തിയത്. അവിടെ നമുക്ക് വിക്ടോറിയ റെയിൽവേ സ്റ്റേഷനിലേക്കാണ് പോകേണ്ടത്. അപ്പം അവിടുന്ന് അങ്ങോട്ടേക്ക് നടക്കാനുള്ള ദൂരമേ ഉള്ളൂ. നമുക്കൊരു 10-15 മിനിറ്റ് നടക്കാനുള്ളതേ ഉള്ളൂ. അപ്പം നമ്മൾ നടന്നിട്ട് അവിടെ എത്തി. നമുക്ക് ടിക്കറ്റ് കളക്ഷനൊക്കെ വേണ്ടിയിട്ട് അവിടെ ടിക്കറ്റ് കൗണ്ടേഴ്സൊക്കെ ഉണ്ട്. നമ്മളുടെ അഥവാ അവിടുന്ന് നമ്മൾ നേരത്തെ കാണിച്ചല്ലോ, നമ്മൾ അവിടുന്ന് കളക്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ വന്നാണ് നമുക്ക് കളക്ട് ചെയ്യാം. അപ്പോൾ അണ്ടർഗ്രൗണ്ടിലേക്കുള്ള റൂട്ട് താഴേക്കാണ് നമുക്ക് പോകാനുള്ളത്. അവിടെ എല്ലാം ബോർഡിനകത്തുകൂടി നമുക്ക് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ തന്നിട്ടുണ്ട്. നമുക്കത് നോക്കി പോയാൽ മതി. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അവിടെ ചോദിച്ചു കഴിഞ്ഞാൽ അവരെല്ലാവരും പറഞ്ഞു തരും. അപ്പം നമുക്ക് പേടിക്കാനൊന്നുമില്ല. ആദ്യമായിട്ട് പോകുന്നവർക്ക് ടെൻഷനൊക്കെ ഉണ്ടാവും. എന്നാലും ഇച്ചിരി കോൺഫിഡൻ്റ് ആയിട്ട് നിന്ന് ആൾക്കാരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ നല്ല ക്ലിയർ ആയിട്ട് പറഞ്ഞു തരും. സർക്കിൾ ലൈൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ട്രെയിനിൽ കയറിയിട്ടാണ്. അപ്പം പല ടൈപ്പുണ്ട്. എലിസബത്ത് ലൈന്, സർക്കിൾ ലൈന്,
വേറെ എന്തൊക്കെയോ പേരുണ്ട്, അതൊക്കെ ഞാൻ മറന്നുപോയി. കുറേ പേരുകളുണ്ട്. എന്തായാലും നമുക്ക് സർക്കിൾ ലൈനിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് പോയി നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്താൻ പറ്റും. അങ്ങനെ നമ്മൾ നമ്മുടെ ട്രെയിനിൽ കയറി. അണ്ടർഗ്രൗണ്ട് ആകുമ്പോൾ കുറച്ച് കൺഫ്യൂഷൻസ് ഒക്കെ വരും, എന്നാലും പേടിക്കണ്ട, നമുക്ക് ഒന്നല്ലെങ്കിൽ വേറൊന്നിലും നമുക്ക് എങ്ങനെയൊക്കെ കറങ്ങി തിരിഞ്ഞ് എത്താം. അങ്ങനെ നമ്മൾ നമ്മുടെ സ്ഥലത്തെത്തി. നമ്മുടെ ലിവർപൂൾ സ്ട്രീറ്റ്, അവിടെയാണ് നമ്മുടെ സ്റ്റോപ്പ്. അവിടെ നിന്നാണ് നമുക്ക് ഇപ്സ്വിച്ചിലേക്കുള്ള ട്രെയിൻ കയറേണ്ടത്. അപ്പോൾ ഞാനിപ്പം വീഡിയോയിൽ കാണിച്ച പോലെ നമ്മൾ ടിക്കറ്റ് ഇൻസേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് അതിലേക്ക് കയറിപ്പോയിട്ട് നമുക്ക് തിരിച്ച് കിട്ടും ടിക്കറ്റ്, പേടിക്കാനൊന്നുമില്ല. അങ്ങനെ നമുക്ക് കുറച്ച് സമയം വെയിറ്റ് ചെയ്യണമായിരുന്നു. നമ്മുടെ ട്രെയിൻ വന്നിട്ട് 10 മണിക്കായിരുന്നു. അങ്ങനെ കറക്റ്റ് ടൈമിൽ അവിടെ കയറാൻ പറ്റുള്ളൂ. ഞങ്ങൾ ആദ്യം അറിയാണ്ട് കയറിപ്പോയതാണ്. അവിടെ നിന്ന് ആൾക്കാർ പറഞ്ഞു കറക്റ്റ് ടൈമിൽ കയറാൻ പറ്റുള്ളൂ എന്നുള്ളപ്പോൾ ഞങ്ങൾ തിരിച്ചിറങ്ങിയതാണ്. അങ്ങനെ കറക്റ്റ് ടൈമായപ്പോൾ ഞങ്ങൾ അകത്ത് കയറി ട്രെയിനിൽ കയറി ഇരുന്നു. അപ്പം നമുക്ക് റിസർവേഷനൊന്നും ഇല്ലായിരുന്നു, അതുകൊണ്ട് നമുക്ക് ഫ്രീ ആയിട്ടുള്ള ഏത് കമ്പാർട്ട്മെൻറ്റിൽ കയറിയിട്ട് നമുക്കിരിക്കാമായിരുന്നു. അങ്ങനെ നമ്മൾ ട്രെയിനിൻ്റെ അകത്തോട്ട് കയറി. എന്നിട്ട് നമ്മളിങ്ങനെ കൺഫ്യൂസ്ഡ് ആയിട്ട് നിന്നു, അങ്ങോട്ട് പോകണോ ഇങ്ങോട്ട് പോകണോ. കുറേ സീറ്റ് കാലിയായിട്ട് കിടക്കുന്നു. അപ്പം അങ്ങോട്ട് പോകണം ഇങ്ങോട്ട് പോകണമെന്ന് കൺഫ്യൂഷൻ അടിച്ചിട്ട് അവസാനം ഞങ്ങളൊരു സൈഡ് ചൂസ് ചെയ്ത് അങ്ങോട്ടേക്ക് പോയി. പിന്നെ കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു സീറ്റ് തപ്പി കണ്ടുപിടിച്ചു. പെട്ടിയും എല്ലാം കൂടെ വെക്കാൻ പറ്റണമല്ലോ, അപ്പോൾ ഓക്കെ ആയിട്ടിരിക്കണമല്ലോ. അങ്ങനെ നോക്കിയിട്ട് ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റ് എടുത്ത് ഞങ്ങൾ അവിടെ ഇരുന്നു. പിന്നെ ഞങ്ങൾ നോക്കുമ്പോഴാണ് ലഗേജ് വെക്കാനായിട്ടൊരു ഏരിയ. അപ്പോൾ പിന്നെ വെറുതെ നമ്മൾ ഇരിക്കുന്നിടത്ത് വെച്ച് നമുക്കൊരു ബുദ്ധിമുട്ടാവണ്ടെന്ന് വിചാരിച്ച് നമ്മൾ ഇവിടെ വെച്ചു. നമ്മൾ നമ്മുടെ ലഗേജ് വെച്ചതിന് ശേഷം നമ്മുടെ സീറ്റിൽ വന്നിരുന്നു. അത്യാവശ്യം നല്ല റിലാക്സ്ഡ് ആയി കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും, അതായത് കറക്റ്റ് ടൈമിൽ തന്നെ നമ്മുടെ ട്രെയിൻ സ്റ്റാർട്ടായി. അങ്ങനെ നമ്മൾ ലഗേജ് ഉണ്ടായിരുന്ന നമ്മുടെ ഹാൻഡ് ക്യാരിയൊക്കെ നമ്മളെടുത്ത് മണ്ടയ്ക്ക് വെച്ച് സെറ്റ് ചെയ്തിട്ട് നമ്മളിങ്ങനെ ഇരുന്നു. പുറത്തൊക്കെ കുറച്ച് കാഴ്ചകളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഇങ്ങനെ കണ്ടു. 3.5 മണിക്കൂറോളം ഉണ്ടായിരുന്നു നമുക്ക് ദൂരം. അങ്ങനെ നമ്മുടെ കംപ്ലീറ്റ് ട്രാവലൊക്കെ കഴിഞ്ഞ് നമ്മുടെ ഡെസ്റ്റിനേഷനായ ഇപ്സ്വിച്ചിലെത്തി. ഇതാണ് ഇപ്സ്വിച്ച് റെയിൽവേ സ്റ്റേഷൻ. ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു നമ്മുടെ കൂടെ ഇറങ്ങാനായിട്ട്, കുറേ പേരുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. പുറത്തിറങ്ങി നോക്കുമ്പോൾ ഫുള്ള് നല്ല മഴയൊക്കെ ആയിട്ട് നല്ല തണുപ്പൊക്കെ ആയിട്ട് ഇരുന്നേ. ഞങ്ങൾ അവിടെ നിന്ന് വരുമ്പോൾ ഞങ്ങൾ ഓർത്തു ഇവിടെ ഭയങ്കര ചൂടായിരിക്കും, കോട്ടൊന്നും എടുക്കണ്ട അങ്ങനെയൊക്കെ വിചാരിച്ചാൽ വന്നേ. പക്ഷേ ഇവിടെ വന്നിറങ്ങിയപ്പോൾ അങ്ങനെയാണോ? പിന്നെ ഒരു സേഫ്റ്റിക്ക് ഞങ്ങളുടെ കൂടെ ഉള്ളവരൊക്കെ പറഞ്ഞു, ചേച്ചിമാരൊക്കെ സീനിയർ ആയിട്ടുള്ള ചേച്ചിമാരൊക്കെ പറഞ്ഞു വെറുതെ കൊണ്ടുക്കോ, പറയാൻ പറ്റില്ല, ചിലപ്പോൾ ക്ലൈമറ്റ് ചിലയിടത്ത് ചേഞ്ച് ആവാമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ എടുത്തുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു. നല്ല തണുപ്പും നല്ല മഴയായിരുന്നു ഇവിടെ ഇറങ്ങിക്കഴിഞ്ഞപ്പം. അങ്ങനെ നമ്മൾ അവിടുന്ന് സ്റ്റെപ്പൊക്കെ കയറി ഇറങ്ങി പുറത്തേക്കുള്ള വഴിയുടെ സ്ഥലത്തേക്ക് നമ്മളിങ്ങനെ ഇറങ്ങി. അങ്ങനെ വീണ്ടും ടിക്കറ്റ് ഇൻസേർട്ട് ചെയ്യാനുള്ള സ്ഥലത്തോട്ട് എത്തി. നമ്മൾ ടിക്കറ്റ് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്ക് പുറത്തോട്ട് ഇറങ്ങാം. അപ്പം ഞാൻ ടിക്കറ്റ് ഇൻസേർട്ട് ചെയ്തപ്പോൾ എന്താണെന്നറിയില്ല, ഇത് ഓപ്പൺ ആയില്ല. ഞാൻ കുറേ നേരം വെയിറ്റ് ചെയ്തു, ഇതെന്താ ഓപ്പൺ ആവാത്തതെന്ന് വിചാരിച്ച് നോക്കി നിന്നപ്പോഴേക്കും പിന്നെ അവിടെ ഉണ്ടായിരുന്ന സെക്യൂരിറ്റി വന്നിട്ട് അവരുടെ കാർഡ് ടാപ്പ് ചെയ്ത് എന്നെ പുറത്തോട്ട് ഇറക്കി വിട്ടു. എൻ്റെ ടിക്കറ്റ് എൻ്റെ കയ്യിൽ ഇരിക്കുകയും ചെയ്തു. പക്ഷേ സുത്തേൻ്റെ ആണെങ്കിൽ ടിക്കറ്റ് ഇൻസേർട്ട് ചെയ്തിട്ട് അത് അതിനകത്തോട്ട് പോയി തിരിച്ച് കിട്ടിയില്ല. പക്ഷേ എൻ്റെ കയ്യിലിരുന്നു, എന്താണെന്നറിയില്ല സംഭവിച്ചത്. അങ്ങനെ അതൊക്കെ ശരിയാക്കി ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങി. പുറത്താണെങ്കിൽ ചെറിയ സ്പ്രേ പോലെ പെയ്യുന്നൊരു മഴ, ചെറിയൊരു തണുപ്പും. എന്നിട്ട് നമ്മൾ നമ്മുടെ ചേച്ചിയുടെ ഹസ്ബൻഡിനെ വെയിറ്റ് ചെയ്തിരുന്നു. അവരുടെ വീട്ടിലാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്നത് ഇപ്സ്വിച്ചിൽ വന്നിട്ട്. അപ്പോൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. ഇപ്സ്വിച്ചിലുള്ള ബസ് നമ്മൾ കണ്ടു, നമ്മുടെ അവിടുത്തെ ബസ്സുമായിട്ടൊക്കെ ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ എൻ്റെ ബ്രിസ്റ്റോൾ ടു ഇപ്സ്വിച്ചിൻ്റെ വീഡിയോ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ബാക്കി വീഡിയോ ഞാൻ പുറകെ ഇടാം, എല്ലാവരും കാണുക. അപ്പം എല്ലാവർക്കും ബൈ ബൈ, ടേക്ക് കെയർ.